ദീപക്, ചന്ദ്രൻചേട്ടനോട് പറഞ്ഞോളൂ, ഈ മുട്ടനാടിനെ നഷ്ടപ്പെട്ടതിൽ വലിയ വിഷമം ഉണ്ടാവും സ്വാഭാവികമായും. പക്ഷേ എങ്കിലും സാമ്പത്തികമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകാം എന്ന് മിനിസ്റ്റർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ കൂടി കൈക്കൊള്ളും. ഈ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗങ്ങളിൽ ഒന്നായിരുന്നല്ലോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. മാത്രമല്ല മിനിസ്റ്റർ പറയുന്നത് ആ സംഘത്തെ പൂർണ്ണമായിട്ടും ഈ ദൗത്യം തീരുന്നത് വരെ അവിടെ വിന്യസിച്ചിരിക്കും എന്ന് തന്നെയാണ്. അവരാരും പിന്മടങ്ങില്ല, എല്ലാവരും വനംവകുപ്പ് നാട്ടുകാർക്കൊപ്പമുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ കടുവ ഏകദേശം എവിടെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദീപക്? കടുവ നിലവിൽ ഇന്നലെ രാത്രി തെർമൽ സ്കാനർ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഈ ഊട്ടിക്കവലയ്ക്ക് സമീപം തൂപ്രയ്ക്ക് സമീപമൊക്കെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. പിന്നീട് ഒരു 1:30 കടുവയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ട് എവിടെയാണെന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ പറ്റിയില്ല എന്നാണ് വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ സൗത്ത് വയനാട് DF അജിത് രാമൻ അല്പം മുൻപ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ ഈ ചന്ദ്രൻചേട്ടൻ നമ്മളോട്. ചന്ദ്രൻചേട്ട, നമ്മൾ മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും എളുപ്പത്തിൽ ഇന്ന് തന്നെ അത് കൈമാറുന്ന രീതിയിലേക്ക് ഇടപെടലുകൾ നടത്തുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നല്ല, ഒരു ആടിനെയും കൂടെ വേണം. ഏതായാലും ഇത് നഷ്ടപ്പെട്ടു. പിന്നെ നഷ്ടപരിഹാരം തന്നെ കിട്ടിയിട്ട് ഇതിനെ ഞങ്ങൾ നിത്യോപയോഗ കാര്യങ്ങൾ നടത്തുന്ന ചവിട്ടിച്ച് 50,000 രൂപയ്ക്ക് വില മതിക്കുമോ? 30,000 പറഞ്ഞതാ. അരുൺ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഈ നഷ്ടപരിഹാരം ഉടൻ തന്നെ ലഭ്യമാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ആശ്വാസമുണ്ട്. പക്ഷേ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം കടുവ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. ഈ തൂപ്ര, അതുപോലെ തന്നെ ഊട്ടിക്കവല, ഈ അമരക്കുനി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഏകദേശം ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ചുറ്റളവിലായി ഒരാഴ്ചയായി കടുവ ഇതിൽ വിലസി നടക്കുകയാണ്. മാത്രമല്ല നിരവധി വളർത്തുമൃഗങ്ങൾ അഞ്ചാമത്തെ ആടിനെയാണ് പിടിക്കുന്നത്. കുട്ടികളെയൊക്കെ പുറത്തു വിടാൻ പേടിയുമായിരിക്കും രക്ഷിതാക്കൾക്ക്. അതെ, അതാണ് അരുൺ. അതായത് 2-3 ദിവസമായി പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. രാത്രിയിൽ ലൈറ്റ് ഇട്ട് പുറത്തിറങ്ങരുതെന്നുള്ള രീതിയിലൊക്കെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം നാട്ടുകാരൊക്കെ ഇപ്പോൾ വിളിക്കുന്നത് മട്ടൻ കടുവ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കടുവ സ്ഥിരമായിട്ട് ആടിനെ മാത്രം പിടിക്കുന്നു. മുൻപൊക്കെ നമ്മൾ കണ്ടതാണ്, മുടക്കൊലിയിലാണെങ്കിലും ഈ കുറുക്കൻമൂലയിലൊക്കെ ആണെങ്കിലും അവിടെ പശുവിനെയായിരുന്നു കടുവ ആക്രമിച്ചു വന്നിരുന്നത്. ഇതിപ്പോൾ മട്ടൻ കടുവയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആടിനെ തന്നെ മാത്രം ലക്ഷ്യമാക്കി കടുവ ഓരോ ദിവസവും ഓരോ ആടിനെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് കൃത്യമായി ഒരു സ്ഥിരീകരണം ഇപ്പോൾ ഉള്ളത്, ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യപരമായ അവശതയുള്ള കടുവയായതുകൊണ്ടാണ് ആടിനെ, അതായത് ഈ കെട്ടിയിട്ടിരിക്കുന്ന ആടിനെ പിടികൂടാനായി എത്തുന്നത്. വേട്ടയാടാനുള്ള ശേഷി നഷ്ടപ്പെട്ട ഒരു കടുവയായതുകൊണ്ടാണ് ഇത്തരത്തിൽ ജനവാസ മേഖലകളിൽ ഇറങ്ങി ആടുകളെ പിടികൂടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് വനംവകുപ്പിൻ്റെ ഒരു സ്ഥിരീകരണം. ഏതായാലും ഇന്നലെ രാത്രി മുഴുവൻ ഈ വനംവകുപ്പിൻ്റെ ഒരു ടീം മുഴുവൻ ഇവിടെ ക്യാമ്പ് ചെയ്ത് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങൾ കൂടി എടുക്കൂ. നഷ്ടപരിഹാരം വേഗത്തിലാക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തട്ടെ സർക്കാർ. മാത്രമല്ല കടുവ എത്രയും പെട്ടെന്ന് പിടികൂടട്ടെ. ദീപക് കൂടുതൽ വിവരങ്ങൾ നൽകും വരുന്ന മണിക്കൂറുകളിലും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മട്ടൻ കടുവ അല്ലേ ഓരോ ജീവജാലങ്ങൾക്കുള്ള പേര് വരുന്നത്. അരിക്കൊമ്പൻ എന്നായിരുന്നു നമ്മൾ പേരിട്ടത്. ചക്കക്കൊമ്പൻ എന്നായിരുന്നു മറ്റൊരു ആനയ്ക്ക് പേരിട്ടത്. ഇപ്പം ഒരു കടുവയ്ക്ക് കൂടി പേരായിരിക്കുന്നു, മട്ടൻ കടുവ എന്നാണ്. കാര്യം ഈ കടുവയ്ക്ക് പ്രിയം മട്ടനാണത്രേ. മനുഷ്യരെ പോലെ മൃഗങ്ങൾക്കും ഉണ്ടാവൂലേ ചിലപ്പോൾ ചില ചോയ്സുകളൊക്കെ. ആട്ടിൻ സൂപ്പ് ആരോഗ്യത്തിന് നല്ലതാണെന്ന് മനുഷ്യർ പറയാറുണ്ട്. കടുവയ്ക്ക് ഇതെങ്ങനെ അറിയാം?